കോഴിക്കോട് യൂത്ത് കോൺഗ്രസ് സംഘടിപ്പിച്ച യുവജന സമ്പർക്ക യാത്രയിൽ നിന്ന് ചാണ്ടി ഉമ്മൻ MLA വിട്ടുനിന്നതിൽ വിവാദം. കോൺഗ്രസിനുള്ളിലെ ഗ്രൂപ്പ് തർക്കത്തിന്റെ ഭാഗമായാണ് ചാണ്ടി ഉമ്മൻ വിട്ടുനിന്നത് എന്നാണ് ഒരു വിഭാഗം യൂത്ത് കോൺഗ്രസ് നേതാക്കൾ തന്നെ പറയുന്നത്. ചാണ്ടി ഉമ്മൻ വിട്ടുനിന്നെങ്കിൽ അത് തെറ്റാണെന്ന് DCC പ്രസിഡന്റ് K പ്രവീൺകുമാറും തന്നെ ക്ഷണിച്ചിരുന്നില്ല എന്ന് ചാണ്ടി ഉമ്മനും പ്രതികരിച്ചു. കോഴിക്കോട് കോർപ്പറേഷനിൽ LDF ഭരണസമിതിക്കെതിരെ യൂത്ത് കോൺഗ്രസ് സംഘടിപ്പിച്ച പരിപാടിയിൽ നിന്നാണ് ചാണ്ടി ഉമ്മൻ വിട്ടുനിന്നത്. ചാണ്ടി ഉമ്മൻ എത്താതിരുന്നതോടെ മുൻ MP രമ്യ ഹരിദാസാണ് പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചത്. കോഴിക്കോട് ഉണ്ടായിട്ടും പരിപാടിയിൽ പങ്കെടുക്കാത്തതിൽ ചാണ്ടി ഉമ്മനെതിരെ DCC നേതൃത്വം രംഗത്ത്. ചാണ്ടി ഉമ്മനോട് പങ്കെടുക്കാൻ വേണ്ടി DCC ആവശ്യപ്പെട്ടതാണ്. അതെന്താണ് പങ്കെടുത്ത് ഞാൻ അന്വേഷിക്കുന്നത്. അത് ചാണ്ടി ഉമ്മൻ ബോധപൂർവ്വമാണ് ഞാൻ കരുതുന്നില്ല. ബോധപൂർവമാണെങ്കിൽ ആ നടപടി തെറ്റാണ്. പരിപാടി താൻ മുൻകൂട്ടി ഏറ്റിരുന്നില്ലെന്നാണ് ചാണ്ടി ഉമ്മന്റെ വാദം. DCC അധ്യക്ഷന്റെ വിമർശനത്തിന് മറുപടി ഇങ്ങനെ: ഈ പ്രസിഡന്റിനെ വിളിച്ചിട്ടുമില്ല, ഈ പരിപാടിക്ക് തന്നെ പ്രസിഡന്റ് വിളിച്ചിട്ടുമില്ല, ഈ മണ്ഡലം പ്രസിഡന്റ്. പക്ഷേ എൻ്റെ അടുത്ത് ഇങ്ങനെ പരിപാടി ഉണ്ടെന്ന് പറഞ്ഞപ്പം ഞാൻ അദ്ദേഹത്തിനെ വിളിച്ച് പറഞ്ഞു ഞാൻ വരാൻ റെഡിയാണെന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞങ്ങളിപ്പോൾ അങ്ങ് തീരുവാണെന്ന് പറഞ്ഞു. DCC അധ്യക്ഷന്റെ കാര്യം ഞങ്ങൾ പാർട്ടി തീർത്തോളാം. അതേസമയം തന്നെ ക്ഷണിച്ചിരുന്നില്ലെന്ന ചാണ്ടി ഉമ്മന്റെ വാദം സൗത്ത് നിയോജക മണ്ഡലം പ്രസിഡന്റ് PP റമീസ് തള്ളി. ക്ഷണിച്ചിരുന്നു, അദ്ദേഹം വരാമെന്നാണ് പറഞ്ഞത്. പക്ഷേ എന്താണെന്നറിയില്ല, ബോധപൂർവ്വം എല്ലാന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. എന്താണെന്നറിയില്ല, സമ്മർദ്ദം കൊണ്ടോ പൂർവ്വം എന്താ അറിയില്ല. T സിദ്ദിഖ്, ഷാഫി പറമ്പിൽ വിഭാഗങ്ങൾ തമ്മിലുള്ള തർക്കത്തിന്റെ ഭാഗമാണ് ചാണ്ടി ഉമ്മന്റെ വിട്ടുനിൽക്കലെന്നാണ് സൂചന. 24 കോഴിക്കോട്. അതേസമയം വിവാദത്തിന് പിന്നാലെ DCC ഓഫീസിലെത്തി അധ്യക്ഷനെ കണ്ട് ചാണ്ടി ഉമ്മൻ. ആശയക്കുഴപ്പത്തിന് കാരണം കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് മാത്രമാണെന്ന് ചാണ്ടി ഉമ്മന്റെയും DCC പ്രസിഡന്റിന്റെയും പ്രതികരണം. ഗ്രൂപ്പ് തർക്കമാണ് വിവാദങ്ങൾക്കിടയാക്കിയതെന്ന ആക്ഷേപം DCC അധ്യക്ഷൻ തള്ളി. ചെറിയൊരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പേ ഉള്ളൂ, വേറൊരു പ്രശ്നമില്ല. ഞങ്ങൾ വളരെ കഴിഞ്ഞ ഒരു 10 ദിവസം മുമ്പ്, ഒരു 15 ദിവസം മുമ്പ് ഞാൻ വന്ന് ഈ എന്താ പറയുക DCCയെ കുറിച്ചും ഓഫീസിനെ കുറിച്ചൊക്കെ പോസ്റ്റ് ഇട്ട് വളരെ സൗഹൃദത്തിൽ പിരിച്ചതാണ്. ഇന്നിപ്പോൾ ഒരു ചെറിയ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് എന്നേ ഉള്ളൂ, വേറൊരു പ്രശ്നമില്ല. ഞാൻ രാവിലെ ചോദിച്ചു പങ്കെടുക്കാമെന്ന് ചോദിച്ചു, പങ്കെടുക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ അവരോട് പറഞ്ഞു ഞാൻ നോക്കേണ്ടത് പറഞ്ഞു. പക്ഷേ അദ്ദേഹത്തിന് പങ്കെടുക്കാൻ പറ്റാത്തത് അതിരാവിലെ ആയിരുന്നു പരിപാടി, അദ്ദേഹത്തിന് അറിയില്ലായിരുന്നു. അദ്ദേഹത്തിന് രാവിലെ ഒരുങ്ങാനായില്ല, അതുകൊണ്ടാണ് പങ്കെടുക്കാൻ പറ്റാത്തതെന്ന് പറഞ്ഞു. അദ്ദേഹം കരുതിയ സമയം അറിയണ്ടായിരുന്നില്ല. ഞാൻ പങ്കെടുത്ത് പറഞ്ഞിരുന്നു, പക്ഷേ ഈ സമയക്കുറവ് കൊണ്ട് പങ്കെടുക്കാൻ പറ്റിയില്ല. അത് അറിയിക്കാനുള്ള കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ഉണ്ടായി. ഷഹദ് റഹ്മാൻ വിവരങ്ങൾ നൽകും കോഴിക്കോട്ട്. ഷഹദ്, ഇതിൽ ഇവരിപ്പോൾ DCC ഓഫീസിലെത്തി പ്രസിഡന്റും ചാണ്ടി ഉമ്മനും രമ്യ ഹരിദാസും ഒക്കെ സംസാരിക്കുമ്പോഴും ഒരു കാര്യമുണ്ട്. രാവിലെ പ്രവീൺകുമാർ സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ഭാവമൊക്കെ കാണുമ്പോൾ തന്നെ അറിയാം ചാണ്ടി ഉമ്മൻ ഒരു അച്ചടക്ക ലംഘനം നടത്തിയിട്ടുണ്ട് എന്ന മട്ടിലാണ് പ്രതികരിച്ചത്. പിന്നീട് ചാണ്ടി ഉമ്മന്റെ മറുപടിയിൽ പറയുന്നത് എന്താണ്? അദ്ദേഹം പറയുന്നത് എന്നെ വിളിച്ചിട്ടില്ല പരിപാടിയിലേക്ക്, രമ്യ ഹരിദാസ് പോകേണ്ട പരിപാടിയിൽ ഞാൻ എന്തിനാണ് അവിടെ, അല്ലെങ്കിൽ ഞാനല്ലല്ലോ പോകേണ്ടത് എന്ന് പറയുന്നു. മണ്ഡലം പ്രസിഡന്റ് പറയുന്നത് ക്ഷണിച്ചതാണ്, അദ്ദേഹം വരാതിരുന്നത് സമ്മർദ്ദം കൊണ്ടാണോ എന്നറിയില്ല എന്ന് പറയുന്നു. അപ്പോൾ ഇതിനിടയിലൊക്കെ ഈ നേതാക്കൾക്കിടയിലുള്ള ആശയക്കുഴപ്പങ്ങളും അല്ലെങ്കിൽ ഈ വിഭാഗീയ ഗ്രൂപ്പ് തർക്കങ്ങളുമൊക്കെ പ്രകടമാണ്. ഈ നേതാക്കളുടെയൊക്കെ പ്രതികരണങ്ങൾ ഇപ്പോൾ വാർത്തയായപ്പോൾ, വിവാദമായപ്പോൾ ഇവരൊരു അപ്പുറത്തും ഇപ്പുറത്തും ഇരുന്ന് ചിരിച്ച് പറഞ്ഞ് അവസാനിപ്പിക്കുന്നതേ ഉള്ളൂ. യഥാർത്ഥ പ്രശ്നം അവിടെ കിടക്കുന്നുണ്ടല്ലോ ഇപ്പോഴും, അല്ലേ ഷഹദ്? തീർച്ചയായും വിജയകുമാർ, ഈ വിഷയം ഇവിടെ തീരുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. കാരണം ഈ വിഷയം വരും ദിവസങ്ങളിലും വലിയ രീതിയിൽ ചർച്ചയാകും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. കാരണം ഈ വിഷയത്തിൽ യൂത്ത് കോൺഗ്രസ് അവരുടെ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ ചാണ്ടി ഉമ്മനെതിരെ KPCCക്കും AICCക്കും പരാതി നൽകാൻ ഒരുങ്ങുകയാണ് യൂത്ത് കോൺഗ്രസ് എന്നുള്ളതാണ് ഏറ്റവും പുതിയ വാർത്ത. എന്നാൽ അതേ സമയത്ത് ഇന്ന് രാവിലെ മുതൽ ഈ സമയം വരെ നടന്ന കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ അടിമുടി ഒരു മലക്കം മറച്ചിലാണ് ഈ വിഷയത്തിൽ നടന്നിട്ടുള്ളത് എന്നുള്ളതാണ്. കാരണം രാവിലെ DCC പ്രസിഡന്റ് അതിരൂക്ഷമായ ഭാഷയിലാണ് ചാണ്ടി ഉമ്മനെ വിമർശിച്ചത്. ഒപ്പം തന്നെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും ചാണ്ടി ഉമ്മനെതിരെ രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു. ചാണ്ടി ഉമ്മൻ കോഴിക്കോട് ക്രിസ്ത്യൻ കോളേജിലെ പരിപാടിക്ക് ശേഷം പ്രതികരിച്ചത് തന്നെ ക്ഷണിച്ച പരിപാടിയല്ല, രമ്യ ഹരിദാസിനെ ക്ഷണിച്ച പരിപാടിയാണ് എന്നുള്ളതാണ്. പക്ഷേ പിന്നീട് കോഴിക്കോട് DCCയിൽ എത്തുകയും DCC പ്രസിഡന്റുമായി സംസാരിക്കുകയും ചെയ്തതിന് ശേഷം പാടെ പ്ലേറ്റ് പിന്നെയും മറച്ചു. അതായത് കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് മാത്രമാണ് ഈ വിഷയത്തിൽ സംഭവിച്ചത്. താൻ പുലർച്ചെയാണ് എത്തിയത്, അതുകൊണ്ടുള്ള ചെറിയ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പാണ് എന്നുള്ളത്. എന്നാൽ നമ്മൾ ചോദിക്കാത്ത തന്നെ ഒരു ചോദ്യം
ചോദ്യത്തിന് കൃത്യമായിട്ട് DCC പ്രസിഡന്റ് ഒരു മറുപടി നൽകുകയും ചെയ്തു. ചില മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട് ഗ്രൂപ്പിസത്തിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ ചാണ്ടി ഉമ്മൻ വരാതിരുന്നത് എന്നുള്ളത്. അതെല്ലാം തന്നെ വാസ്തവ വിരുദ്ധമാണ്. അത്തരത്തിലൊരു സംഭവവും ഇല്ല എന്നുള്ളത്. അങ്ങനെ ഒരു ചോദ്യമേ ഒരു മാധ്യമ പ്രവർത്തകനും ഇന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നില്ല എന്നതും എടുത്തു പറയേണ്ടതാണ്. മാത്രമല്ല ചാണ്ടി ഉമ്മന്റെ പേര് പ്രഖ്യാപിച്ച് പോസ്റ്റർ അടിച്ച് കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കോഴിക്കോട് ജില്ലയിലെ മാധ്യമ പ്രവർത്തകർക്കും എല്ലാവരെയും ഒക്കെ തന്നെ പബ്ലിസിറ്റി നൽകുന്നുണ്ട്, എല്ലാവരെയും ക്ഷണിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിൽ നിന്നാണ് ചാണ്ടി ഉമ്മൻ വിട്ടു നിന്നിട്ടുണ്ടായിരുന്നത്. രമ്യ ഹരിദാസ് ഇതിലേക്ക് കയറി വരുന്നത് ഇന്നലെ വൈകിട്ടോടു കൂടിയാണ് എന്നുള്ളതും ഇവിടെ ഇരിക്കുന്ന മുഴുവൻ ആളുകൾക്കും അറിയാം. ആ ഘട്ടത്തിലാണ് ഇത്തരത്തിൽ ചാണ്ടി ഉമ്മൻ ഒഴുക്കൻ തരത്തിലുള്ള മറുപടികൾ പറഞ്ഞ് രക്ഷപ്പെടാനുള്ള ഒരു ശ്രമം നടത്തിയത്. പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കിടയിൽ ഈ വിഷയത്തിൽ വലിയ അമർഷമുണ്ട്. അവർ പരാതിയുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. DCC പ്രസിഡന്റ് ചാണ്ടി ഉമ്മൻ വന്ന ഘട്ടത്തിൽ ഒന്ന് മറക്കം മറഞ്ഞെങ്കിലും കാര്യങ്ങൾ എല്ലാവർക്കും ബോധ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ സാധിക്കുക. വിജയകുമാർ. ഷഹദ് റഹ്മാനാണ് വിവരങ്ങൾ നൽകിയത്.